ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ ഇതെന്നെ പറഞ്ഞു വെച്ച്. നമുക്കിതിൻ്റെ അവസാന ഈ ഭാഗം, ഈ സൂറത്തിൽ കുറേ വിധികൾ, കുറേ വിലക്കുകൾ, അല്ലേ, കുറേ കൽപ്പനകൾ, കുറേ വിരോധങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അനുസ്മരിച്ചാണ് സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളൂമൻ ജഹൂല. വിധിവിലക്കുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിരോധങ്ങൾ, അള്ളാഹു ബാധ്യതയാക്കിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു ഉണർത്തലാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ. അതെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്? ഇന്ന അറദ്ന, ഇന്ന എന്നാണ് തീർച്ചയായും, നാം, ഇന്ന ന ആണ്, ഇന്ന തീർച്ചയായും, ന എന്നുള്ളത് നാം, തഅളീമിൻ്റെ ന എന്ന് പറയും. അള്ളാഹു ആദരണീയൻ, ബഹുമാന്യൻ, മഹനീയൻ. അതുകൊണ്ടാണ് ഇവിടെ നാം എന്ന പിന്നെ ദമീർ പ്രയോഗിച്ചത്. ഇന്ന തീർച്ചയായും നാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അള്ളാഹു ആദരണീയനാണ്, ബഹുമാനീയനാണ്. അതിനെ ദ്യോതിപ്പിക്കാനാണ് നൂനു തഅദീം എന്ന് പറയും, നൂനുൽ അദമ. തീർച്ചയായും നാം അറദ്ന, അറദ്ന എന്ന് പറഞ്ഞാൽ എന്താ ഈ അറദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവതരിപ്പിച്ചു, പ്രദർശിപ്പിച്ചു, കാണിച്ചു എന്നൊക്കെ പറഞ്ഞത് അറദ. അറദ്ന നാം കാണിച്ചു, അവതരിപ്പിച്ചു എന്നാണ്. ഉറൂദ് തിജാറ എന്ന് പറഞ്ഞാൽ തിജാറത്തിനുള്ള പിന്നെ ചരക്കുകൾ. അതെന്തിനാ? കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കണമല്ലേ. ഇവിടെ ഇന്ന അറദ്ന തീർച്ചയായും നാം അവതരിപ്പിച്ചു, കാണിച്ചു. ആരെ കാണിച്ചു? അൽ അമാനത, അമാനത്തിനെ കാണിച്ചു. അമാനത്ത്, അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അമാനത്തിനെ നാം എന്ത് ചെയ്തു? അവതരിപ്പിച്ചു, പ്രദർശിപ്പിച്ചു. എവിടെ? അലസമാവാത്ത്. അറദ പ്രദർശിപ്പിച്ചത് എവിടെയാണ്? അലസമാവാത്ത്. സമാവാത്ത് എന്ന് പറഞ്ഞാൽ വാനങ്ങൾ, വാനങ്ങൾ, വാനങ്ങളുടെ മുമ്പിൽ. വൽ അർദി ഭൂമിയുടെയും, വൽ ജിബാലി പർവ്വതങ്ങളുടെയും. വാനങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുന്നിൽ അമാനത്തിനെ നാം അവതരിപ്പിച്ചു, കാണിച്ചു. കാണിച്ചപ്പോൾ ഫഅബൈന അൻ യഹ്മിൽനഹ, ഫസിഹ എന്ന് പറയും. ഒരു ആശയം വ്യംഗ്യമാണ്. അമാനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് വാനങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും മുമ്പിൽ അവതരിപ്പിച്ചത്? അവതരിപ്പിച്ചത് ഉണ്ടാ അൻ യഹ്മിൽനഹ എന്നാണ്. ഇത് അതിനെ ഏറ്റെടുക്കാൻ, ഹംല് ചെയ്യാൻ അവ വിസമ്മതിച്ചു എന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാം. അവതരിപ്പിച്ചത് എന്തിനാണ്? അവതരിപ്പിച്ചത് ഈ പിന്നെ വാനങ്ങളും ഭൂമിയും പർവ്വതങ്ങളും അത് ഏറ്റെടുക്കാനാണ്. അത് ഏറ്റെടുക്കാനാണ്, തഹമ്മുലാക്കാനാണ്, ഏറ്റെടുക്കാനാണ്. ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ചപ്പോൾ, അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ, ഇത് ഏറ്റെടുക്കൂ എന്ന് അവതരിപ്പിച്ചപ്പോൾ, അതാണ് അബൈന. അബൈന, അബ എന്നുള്ളതിന്, അബ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു. അബ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു. അബ, ഇവിടെ അബൈന എന്നാണ്. അബൈന, അവ വിസമ്മതിച്ചു, അവ വിസമ്മതിച്ചു. അബ,
അബ എന്ന് പറഞ്ഞാൽ അവൻ വിസമ്മതിച്ചു, അബയ അബൗ അവർ രണ്ടുപേർ വിസമ്മതിച്ചു, അബയ അബൗ അവർ കുറേ പേർ വിസമ്മതിച്ചു, അബത്ത് അവൾ വിസമ്മതിച്ചു, അബത്ത അവർ രണ്ട് പെണ്ണുങ്ങൾ വിസമ്മതിച്ചു, അബൈന അബൈന എന്ന് പറഞ്ഞാൽ അവ വിസമ്മതിച്ചു എന്നാണ് മനസ്സിലായി. ഇത് സമാവാത്ത്, അർദ്, ജിബാൽ ഇതൊക്കെ ജമ്മു തക്സീർ എന്ന് പറയും, ബഹുവചനങ്ങളാണ്. അതുകൊണ്ടാണ് പിന്നെ അബൈന എന്ന് അവ വിസമ്മതിച്ചു, ഇവകൾ വിസമ്മതിച്ചു. അബൈന എന്തിന് വിസമ്മതിച്ചു? യഹ്മിൽനഹ യഹ്മിൽനഹ എന്താ യഹ്മിൽന അവ ഏൽക്കുവാൻ, യഹ്മിലു ഹമല യഹ്മിലു യഹ്മിൽന അവർ ഏറ്റെടുക്കാൻ, അതിനെ എന്ന് പറഞ്ഞാൽ അമാനത്തിന്, ഈ അമാനത്തിനെ ഏൽക്കാൻ അവ വിസമ്മതിച്ചു. മനസ്സിലായല്ലോ? യഹ്മിൽന എന്ന് പറഞ്ഞാൽ അവർ, അല്ലെങ്കിൽ അവ ഏറ്റെടുക്കുന്നു എന്നാണ്. യഹ്മിൽനഹ അവ ഏറ്റെടുക്കുവാൻ, അതിനെ ഏറ്റെടുക്കുവാൻ ഏറ്റെടുക്കുന്നു. യഹ്മിൽന എന്ന് പറഞ്ഞാൽ അവ അതിനെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. കുറച്ചൊരു ശൈലി ആശയവും കുറച്ചൊരു ടൈറ്റാണ്, പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വരാം ഇൻഷാ അല്ലാഹ്. അഷ്ഫഖ്ന അഷ്ഫഖ്ന അഷ്ഫഖ എന്നാണ് ഷഫീഖ്. അഷ്ഫഖ അഷ്ഫഖ എന്ന് പറഞ്ഞെങ്കിൽ പേടിച്ചു എന്നും അർത്ഥമുണ്ട്, പരിഗണിച്ചു, ആഗ്രഹിച്ചു എന്നും അർത്ഥമുണ്ട്. അഷ്ഫഖ അതിനുശേഷം മിന്ന് വന്നാൽ പേടിച്ചു എന്ന അർത്ഥം അലൈക്കും സലാം വരും. അഷ്ഫഖ കഴിഞ്ഞിട്ട് അല വരികയാണെങ്കിൽ ആഗ്രഹിച്ചു, പരിഗണിച്ചു എന്നർത്ഥം വരും. ഇവിടെ മിന്നാണ് വന്നത്. അപ്പോൾ അഷ്ഫഖിന അവ ഭയക്കുകയും ചെയ്തു, അവ ഭയന്നു. അഷ്ഫഖിന വാ വന്നപ്പോൾ അഷ്ഫഖിന അവർ ഭയക്കുകയും ചെയ്തു. സമാവാത്ത്, അർദ്, ജിബാൽ. അഷ്ഫഖിന അവ ഭയന്നു. മിൻഹ ഏതിനാണ് ഭയന്നത്? മിനൽ അമാനത്തിനെ അവർ ഭയന്നു. വഹമലഹ എന്താ വഹമലഹ അതിനെ ഏറ്റു. അതിനെന്ന് പറഞ്ഞാൽ ഈ അമാനത്തിനെ ഏറ്റെടുത്തു. ഹമലഹ അതിനെ ഏറ്റെടുത്തു. ആര്? അൽ ഇൻസാൻ മനുഷ്യൻ. അൽ ഇൻസാൻ എന്നാണ് മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെങ്കിൽ മാനവകുലം നമുക്ക് പറയാതെ ഇൻഷാ അല്ലാഹ്. ഇന്നഹു കാന ബലൂമൻ ജഹൂല. ബലൂം എന്ന് പറഞ്ഞെങ്കിൽ അക്രമി, ബലൂം കൊടിയ അക്രമി. ജഹൂൽ എന്ന് പറഞ്ഞാൽ വിവരം കെട്ടവൻ, അറിവില്ലാത്തവൻ, വിവരം കെട്ടവൻ. ജഹൂൽ എന്നാണ് പറഞ്ഞത്, പറ്റ വിവരം കെട്ടവൻ, പറ്റ വിവരം കെട്ടവൻ. ഇന്നഹു തീർച്ചയായും അവൻ മനുഷ്യൻ, കാന അവനായി തീർന്നു, ബലൂമൻ കൊടിയ അക്രമിയും, ജഹൂലൻ പറ്റ വിവരം കെട്ടവനുമായി തീർന്നു എന്ന് പറയണം. അപ്പോൾ ഇവിടെ എന്താ വിഷയം? ഇവിടെ വിഷയം ഇത് പിന്നെ അമാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം അതിനെ എന്ത് ചെയ്തു? കണ്ണ് കാണിച്ചു, അല്ലെങ്കിൽ അവതരിപ്പിച്ചു, പ്രദർശിപ്പിച്ചു. ആദ്യം അത് സമാവാത്തിനും അർദിനും ജിബാലിനുമാണ്. ഇവിടെ എന്താണ് ഈ അമാനത്ത്? നമുക്കൊക്കെ അറിയാം അമാനത്ത് എന്താ, നമ്മളെ കളവിൽ അമാനത്ത്. ഈ അമാനത്തിന് നേരെ വിപരീത പദം എന്താ? ഖിയാനത്തല്ലേ, ചതിയല്ലേ? അമാനത്തിന് നേരെ വിപരീതം ഖിയാനത്ത്, ചതിയാണ്. അപ്പോൾ അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അമാനത്ത് ഉത്തരവാദിത്തം അല്ലേ, വിശ്വസ്തത, വിശ്വസിച്ച് ഏൽപ്പിച്ചത്. അദ്ദി മനി തമനക് വല തഖുൻ മൻ ഖാനക്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അദ്ദി നീ തിരിച്ചേൽപ്പിക്കണം. മനി തമനക വല്ലവരും നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമാനത്ത് നിന്നെ ഏൽപ്പിച്ചത് നീ തിരിച്ചേൽപ്പിക്കണം. അതാണ് അദ്ദി മനി തമനക് വല തഖുൻ മൻ ഖാനക്. നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത്. ഒരു ഹദീസിൽ വന്നതാണത്. അപ്പോൾ അമാനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടത് അല്ലേ? അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെ അർത്ഥം പറയാം? നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയാം, വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്ന് പറയാം. അതെന്തും ആകാം, വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്തും ആകാം. അത് ഒരു സ്വകാര്യമാകാം,
ഒരു വാക്കാകാം, നിങ്ങൾ ആരോടും പറയരുതേ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചത് അല്ലേ? നമ്മളോട് ഒരാളുടെ ഒരു സ്വകാര്യ നമ്മളോട് ഒരാളൊരു കാര്യം പറയണം, അപ്പോൾ അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടാണ് പറയണത്. എന്തിനാ തിരിഞ്ഞു നോക്കിയിട്ട് പറയണത്? ആരും കേൾക്കരുത്, നിങ്ങളോട് മാത്രമുള്ളതാണ്. അത് അമാനത്താണ്, അത് അങ്ങാടി പാട്ടാക്കാൻ പാടില്ല. ഏതായാലും അമാനത്ത്. പക്ഷെ ഇവിടെ ഈ ഉണ്ടല്ലോ, ഇത് ചെറിയൊരു അമാനത്തൊന്നുമല്ല. പല വിഷയം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷഹാദത്ത് കലിമയാണ്. ചിലർ പറഞ്ഞ് ഇസ്ലാമാണ്. ചിലർ പറഞ്ഞു മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ചിലർ പറഞ്ഞു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. ഹുരിയത്തുൽ ഇഖ്തിയാർ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം. മനുഷ്യനാണല്ലോ, ചെയ്യണോ ചെയ്യണ്ടേ, സ്വാതന്ത്ര്യം. ചിലർ പറഞ്ഞ് വദാഇ, സൂക്ഷിപ്പ് സ്വത്തുക്കളാണ്. സൂക്ഷിപ്പ് സ്വത്തുക്കളുണ്ടല്ലോ, അതാണ്. ചിലർ പറഞ്ഞത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഫറായിദ്. എന്താ ഫറായിദ്? നിർബന്ധ ബാധ്യതകളാണ്. പല ഈ അമാനത്തിൻ്റെ പ്രയോഗത്തെ പരിഗണിച്ചിങ്ങനെ പലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ശരിയോടടുത്തതും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് എന്താണെന്നറിയോ? അത്തക്കാലീഫ്. എന്താ തക്കാലീഫ്? അത്തക്കാലീഫ് ശർഇയ്യ, മതപരമായിട്ടുള്ള വിധിവിലക്കുകൾ, അവാമിർ കൽപ്പനകൾ, അതേപോലെ തന്നെ നവാഹി പറഞ്ഞതാ വിരോധങ്ങൾ. തക്കാലീഫ് അശ്ശർഇയ്യ, അൽ ഫറായിദു ദീനിയ, മതപരമായിട്ടുള്ള വിധിവിലക്കുകൾ. അപ്പോൾ അതിൽ കൽപ്പനകളുണ്ട്, അതിൽ വിരോധങ്ങളുണ്ട്, വിലക്കുകളുണ്ട്. ഇതാണ് അമാനത്ത്. ഇവിടെ മതപരമായിട്ടുള്ള കൽപ്പനകളും വിരോധങ്ങളും അള്ളാഹു നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ അല്ലേ? കൽപ്പനകൾ നമ്മൾ ചെയ്യണം, വിരോധങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കണം. അള്ളാഹു നമ്മളുടെ മേൽ ബാധ്യതയാക്കിയ വിഷയമാണ് എന്ത്? ഈ മതപരമായിട്ടുള്ള തക്ലീഫുകൾ, വിധിവിലക്കുകൾ. അതാണ് ഇവിടെ അമാനത്ത്. അപ്പോൾ അതിലൊക്കെ പെട്ട്, ഈ സൂക്ഷിപ്പ് സ്വത്തുക്കൾ പെട്ട്, ഇസ്ലാം കാര്യങ്ങൾ പെട്ട്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഒക്കെ പെട്ട്, ഷഹാദത്ത് കലിമയിൽ പെട്ട്, മനുഷ്യൻ്റെ അക്കല് മാത്രമല്ല, ബുദ്ധി മാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാം. അതാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്. പിന്നെ മനുഷ്യൻ്റെ ഫർജ്, സൂക്ഷ്മാവയവം, അതേപോലെ തന്നെ മനുഷ്യൻ്റെ കണ്ണ്, കാത്, നാക്ക്, കൈകാലുകളൊക്കെ എന്താണ്? അമാനത്താണ്. അതൊക്കെ സൂക്ഷിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഉദ്ദേശം അൽ അമാനത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അത്തക്കാലീഫ് അശ്ശർഇയ്യ, മതപരമായ തക്ലീഫുകൾ, വിധികൾ, വിലക്കുകൾ, കൽപ്പനകൾ, വിരോധങ്ങൾ. ഇതാണ് അമാനത്ത്. അള്ളാഹു പറയാണ് ഇന്ന അറദ്ന, തീർച്ചയായും നാം കാണിച്ചു, പ്രദർശിപ്പിച്ചു, അവതരിപ്പിച്ചു, അൽ അമാനത, അമാനത്തിന്, മതപരമായ വിധിവിലക്കുകളെ, കൽപ്പനകളെയും വിരോധങ്ങളെയും നാം അവതരിപ്പിച്ചു. അലസ്സമാവാത്ത്, എവിടെ? ആകാശങ്ങൾക്ക് മുന്നിൽ, വൽ അർദ്, ഭൂമിക്കും, വൽ ജിബാൽ, പർവ്വതങ്ങൾക്കും മുമ്പിൽ. അങ്ങനെ നാം വാനങ്ങൾക്കും ഭുവനങ്ങൾക്കും പർവ്വതങ്ങൾക്കും മുന്നിൽ അമാനത്തിനെ അവതരിപ്പിച്ചപ്പോൾ അബൈന അവ അബൈന എന്നാൽ വിസമ്മതിച്ചു. അബൈന എന്ന് പറഞ്ഞാൽ അവ വിസമ്മതിച്ചു. അയ്യഹ്മിൽനഹ, ഈ അമാനത്തിനെ ഏൽക്കുവാൻ വിസമ്മതിച്ചു. വഅഷ്ഫഖ്ന, ഇവ പേടിക്കുകയും ചെയ്തു. മിൻഹ, അമാനത്തിൻ്റെ വിഷയത്തിൽ ഇവ പേടിക്കുകയും ചെയ്തു. വഹമലഹ, ഈ അമാനത്തിനെ ഏറ്റു. ആര്? അൽ ഇൻസാൻ, മനുഷ്യൻ. ഓക്കെ. അപ്പോൾ ഇവിടെ ചില വിഷയങ്ങൾ
നമ്മൾ അമാനത്ത് എന്താണെന്ന് മനസ്സിലാക്കി. എന്താ അമാനത്ത് പറയും? മതപരമായിട്ടുള്ള ദീനിയായ വിലക്കുകളും കൽപ്പനകളും വിരോധങ്ങളും. നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഷഹാദത്ത് കലിമ നിർവഹിക്കണം, തൗഹീദ് ഉൾക്കൊള്ളണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, അയൽവാസികളെ ആദരിക്കണം, ഇങ്ങനെ തുടങ്ങിയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകൾ. നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, നിങ്ങൾ മനുഷ്യവധം നടത്തരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ മദ്യപിക്കരുത് തുടങ്ങിയ ഇങ്ങനെയുള്ള വിരോധങ്ങൾ. ഇതാണ് അമാനത്ത്. അതിനെയാണ് ഇവിടെ അവതരിപ്പിച്ചത് സമാവാത്ത് അർദ് ജിബാൽ. ഒരു വിഷയം, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ മലക്കുകൾ അല്ലേ, മലക്കുകളുണ്ട്, ജിന്നുകളും മനുഷ്യരും ഉണ്ട്. അതേപോലെ തന്നെ കന്നുകാലികളുണ്ട്, മിണ്ടാപ്രാണികൾ അല്ലേ, മറ്റു അചേതന വസ്തുക്കളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത, മലക്കുകൾക്ക് എന്തില്ല? ദേഹേച്ഛല്ല, ജഡികേച്ഛല്ല. ജഡികേച്ഛയോട് ദേഹേച്ഛയോട് ഏറ്റുമുട്ടിയിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട, അള്ളാഹ്ക്ക് വഴിപ്പെടേണ്ട അവസ്ഥ പ്രകൃതം ആർക്കില്ല? മലക്കുകൾക്കില്ല. മലക്കുകൾക്ക് എന്തേ ഉള്ളൂ? അള്ളാഹ്ക്ക് വഴിപ്പെടുക എന്നുള്ള പ്രകൃതിയേ ഉള്ളൂ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുക, ആ പ്രകൃതിയുള്ള ആയിരിക്കും മലക്കുകൾക്ക് വികാരത്തോട് ഏറ്റുമുട്ടേണ്ട കാര്യമല്ല. മലക്കുകൾ എന്താണ്? അവരെന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ ആ പ്രകൃതത്തിന് വിധേയരാണ്. അള്ളാഹ്ക്ക് എതിരാകണ ഒരു പ്രശ്നമല്ല. മൃഗങ്ങൾ മിണ്ടാപ്രാണികൾ, അവയ്ക്ക് എന്തേ ഉള്ളൂ? എന്തില്ല? എന്തേ ഉള്ളൂ? അവയ്ക്ക് വികാരേ ഉള്ളൂ. അവർക്ക് എന്തേ ഉള്ളൂ? വികാരേ ഉള്ളൂ. എന്തില്ല? വിധിവിലക്കുകളില്ല. മനുഷ്യർക്ക് ബാധകമാകുന്ന പോലെ തന്നെ വിധിവിലക്കുകളില്ല. അവർ വികാരജീവികളാണ്. മനുഷ്യന് വിധിവിലക്കുകളുണ്ട്, വികാരത്തോട് ഏറ്റുമുട്ടും വേണം. വിധിവിലക്കുകൾ അവർ പാലിക്കണം. അവരുടെ ജഡികേച്ഛയോട് വികാരത്തോടും ഏറ്റുമുട്ടി ജീവിക്കും വേണം അല്ലേ? അതേപോലെ തന്നെ ഈ ഉലകത്തിലെ സൃഷ്ടിചരാചരങ്ങൾ, ഇതര സൃഷ്ടിചരാചരങ്ങൾ, അതിനെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹ്ക്ക് വഴിപ്പെടും വിധമാണ്. അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന വിധേനയാണ്. വിധിവിലക്കുകൾ അവർക്ക് മനുഷ്യർക്ക് ബാധകം എന്നതുപോലെ ചിന്ത ഘടിപ്പിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല? ഇവക്കൊന്നും ബാധകമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉലകത്തിലുള്ള എല്ലാം അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവരാണ്. അപ്പോൾ സപ്തവാനങ്ങൾ, ഭൂമി, പർവ്വതങ്ങൾ, ഇതൊക്കെ അള്ളാഹ്ക്ക് വഴിപ്പെടും വിധമാണ് അതിൻ്റെ പ്രകൃതം. ആ രീതിയിലാണ് അതിനെന്ത് ചെയ്തിട്ടുള്ളത്? സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അമാനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അള്ളാഹു അവർക്ക് ഉണ്ടല്ലോ, അതിനെ സൃഷ്ടിച്ചപ്പോൾ നൽകിയൊരു പ്രകൃതി ഉണ്ടല്ലോ, ആ പ്രകൃതിയിൽ സംതൃപ്തിപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ഉള്ള പ്രകൃതിയിലാണ്, അത് മതി ഞങ്ങൾക്ക്. അമാനത്ത് അവരെന്ത് ചെയ്തു? വിസമ്മതിച്ചു. കാരണം എന്താ? അവർ അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതമല്ല അവർക്ക്. പിന്നെ അള്ളാഹ്ക്ക് വിധേയമാകുന്ന പ്രകൃതിയാണുള്ളത്, അതിലവർ തൃപ്തിപ്പെട്ടു. അമാനത്തിൻ്റെ വിഷയത്തിൽ അവരെന്ത് ചെയ്തു? വിസമ്മതിച്ചു എന്നുള്ളതാണ്. ഈ വിസമ്മതം ആദമിന് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്തു? ഇബ്ലീസ് എന്താ? എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്ലീസ് വിസമ്മതിച്ചു, നിഷേധിക്കല്ല. ഇബ്ലീസ് വിസമ്മതിച്ചു. പക്ഷെ ആ വിസമ്മതം എന്താ? എന്തിൻ്റെ വിസമ്മത? വസ്തക്ബർ, അഹങ്കരിച്ചുകൊണ്ടുള്ള വിസമ്മതാണ്. ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ വിസമ്മതിച്ചു, വിസമ്മതിക്കുക ചെയ്തത്. പക്ഷെ ആ ഇബ്ലീസിൻ്റെ വിസമ്മതം അത് അഹങ്കാരത്തിൻ്റെ വിസമ്മതമാണ്. വസ്തക്ബർ, അഹങ്കരിക്കുകയും ചെയ്ത് വിസമ്മതിക്കുകയും ചെയ്തു അല്ലേ? അഹങ്കാരത്തിൻ്റെ. അതുകൊണ്ടാണ് പറഞ്ഞത് അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണ്. ഖലഖ്തനി മിൻ നാർ, നീ എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു. വ ഖലഖ്തഹു മിൻ തീൻ, ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പോൾ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനേക്കാൾ തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാനാണ് ഉത്തമൻ. അതുകൊണ്ട് അഹങ്കാരത്തിൻ്റെ വിസമ്മതമാണ്. ആരുടെ വിസമ്മതം? ഇബ്ലീസിൻ്റെ വിസമ്മതം. ആ വിസമ്മതമല്ല ഈ വിസമ്മതം. ഇത് ഇസ്തിക്ബാറിൻ്റെ, അഹങ്കാരത്തിൻ്റെ വിസമ്മതാണ് എങ്കിൽ ഇത് ഇസ്തിസാർ, താഴ്മയുടെ വിസമ്മതിക്കലാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇബ്ലീസിൻ്റെ വിസമ്മതം അതല്ല ഈ വിസമ്മതം.
ഈ വിസമ്മതം താഴ്മയുടെ വിസമ്മതാണ്. അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന പ്രകൃതാണ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന പ്രകൃതാണ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ചോളാം, അള്ളാഹു നൽകിയ പ്രകൃതിയിൽ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞ് അവർ വിനയത്താൽ വിസമ്മതിക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? ഈ സമാവാത്ത് അർദ് ജിബാലൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്തുണ്ട്? അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന പ്രകൃതി ഉണ്ട് എന്നുള്ളതിന് തെളിവാണെന്ത്? സൂറത്ത് ഹജ്ജിൻ്റെ 18 എന്താ അള്ളാഹ് പറഞ്ഞത്? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി. പിന്നെന്താ? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാത്ത്. സമാവാത്തിലുള്ളവർ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു. വൽ വമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരും. വശംസു അല്ലേ, വൽ ഖമറു വന്നുജൂമു വന്നുജൂമു വശജറു അല്ല വൽ ജിബാലു ജിബാലു വശജറു ജറു വദ്ദവാബ് അല്ലേ, വകസീറു മിനന്നാസ് അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞു. ഇപ്പോൾ നോക്കിയേ, യസ്ജുദു ലഹു അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു. യസ്ജുദു അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു. മൻ ഫിസ് സമാവാത്ത്, ആകാശങ്ങൾ ഉൾപ്പെടെ അവയിലുള്ളവർ. വൽ അർദ്, ഭൂമിയും. വമൻ ഫിൽ അർദ്, ഭൂമി ഉൾപ്പെടെ ഭൂമിയിലുള്ളവർ. പിന്നെ വശംസ്, സൂര്യൻ. വൽ ഖമർ, ചന്ദ്രൻ. വന്നുജൂം, നക്ഷത്രങ്ങൾ. വൽ ജിബാൽ, പർവ്വതങ്ങൾ. വശജർ, വൃക്ഷലതാദികൾ. വദ്ദവാബ്, ദവാബ് എന്ന് പറഞ്ഞാൽ മിണ്ടാപ്രാണികൾ, കാലിക്കൂട്ടങ്ങൾ, ഇഴജന്തുക്കൾ ഉൾപ്പെടെ ജീവജാലങ്ങൾ. ഇതൊക്കെ മനുഷ്യൻ്റെ അരി തലച്ചോറുള്ള ജീവികളാണോ? അതല്ല, നമ്മൾ അചേതനമെന്ന് വിശേഷിപ്പിക്കുന്നവയും പിന്നെ അതേപോലെ തന്നെ ഈ കാലികൾ, മുണ്ടാപ്രാണികൾ, ഇതൊക്കെ അല്ലേ. ഇതൊക്കെ അള്ളാഹ്ക്ക് എന്ത് ചെയ്യുന്നു എന്നാണ് പറയണത്? എന്താ പറയുക? എന്താ ഇതൊക്കെ അള്ളാഹ്ക്ക് ചെയ്യണത്? അസുജൂദ്. സുജൂദ്, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ എന്തുണ്ട്? അള്ളാഹ്ക്ക് വഴിപ്പെടുക എന്നുള്ള പ്രകൃതി ഉണ്ട്. കല്ലുകളെ കുറിച്ച് പറഞ്ഞില്ലേ, വ ഇന്ന മിനൽ ഹിജാറത്തി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, വ ഇന്ന മിൻഹ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, കല്ലുകളിലുണ്ട് ലമാ യഹ്ബിതു, വീഴുന്നവ, മിൻ ഖശിയത്തിൽ, അള്ളാഹിനെ പേടിച്ച് വീഴുന്ന കല്ലുകളുണ്ട് എന്ന് അള്ളാഹു പറയാണ് വിശുദ്ധ ഖുർആനിൽ, സൂറത്തുൽ ബഖറയിലല്ലേ കല്ലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറയാണ്. അപ്പോൾ പിന്നെ ഇതുപോലെ കുറേ വചനങ്ങളിൽ എന്തുണ്ട്? ഈ പിന്നെ വിഷയമുണ്ട്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തസ്ബീഹ് നിർവഹിച്ചത് ആരൊക്കെയാണ്? യുസബ്ബിഹ്ന മഅഹു അൽ ജിബാൽ അല്ലേ, വത്തൈർ, പർവ്വതങ്ങൾ. യുസബ്ബിഹ്ന, ദാവൂദ് എന്നവരോടൊപ്പം തസ്ബീഹ് നിർവഹിച്ചു എന്നുള്ള പറയാണ്. അതേപോലെ വത്തൈർ, തൈർ എന്ന് പറഞ്ഞാൽ പറവകൾ, പക്ഷികൾ അല്ലേ. പിന്നെ അതേപോലെ ധാരാളം വചനങ്ങൾ. അപ്പോൾ ഇവിടെ വിഷയം ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല അമാനത്തിനെ അവതരിപ്പിച്ചപ്പോൾ, കാണിച്ചപ്പോൾ ഇവ വിസമ്മതിച്ചു എന്ന് പറയുന്നത്. വിസമ്മതിച്ചത് എന്തല്ല, ഒരിക്കലും അഹങ്കാരപ്പുറത്തല്ല, നിഷേധഭാവത്തിലല്ല. പ്രത്യുത അള്ളാഹു അവർക്ക് നൽകിയ ഒരു പ്രകൃതി ഉണ്ട്. അത് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. ആ പ്രകൃതി അവർ സമ്മതിച്ചു, അത് മതി. അമാനത്ത് ഏൽക്കാൻ അവർ അതിനെ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അത് വിനയഭാവത്തിലുള്ള വിസമ്മതാണ്. പിന്നെ ഇവിടെ അറദിന എന്നാണ് പറഞ്ഞത്. എന്താ ഈ അറദിന എന്ന് പറഞ്ഞാൽ? അറദിന എന്ന് പറഞ്ഞാൽ കാണിച്ചു, അവതരിപ്പിച്ചു എന്നാണ്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തിരസ്കരിക്കാം. അറദിന എന്നാണ്. അമർന എന്നല്ല, കൽപ്പിച്ചു എന്നല്ല, നാം കൽപ്പിച്ചു എന്നല്ല, അല്ലെങ്കിൽ ഔജബിന, നാം നിർബന്ധമാക്കി അല്ല, അല്ലെങ്കിൽ അൽസംന, നാം പിന്നെ അനിവാര്യമാക്കി എന്നല്ല.
ഈ പ്രയോഗം ഒന്നല്ല. ഔജബ നിർബന്ധമാക്കി, അൽസംന നാം അനിവാര്യമാക്കി, അമർന നാം കൽപ്പിച്ചു, ഇങ്ങനെയല്ല അല്ല പറഞ്ഞത്. ഇതല്ല പറഞ്ഞത്. പിന്നെയോ അറദിന എന്നാണ്. അലൈക്കും സലാം പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു, കാണിച്ചു. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ തിരസ്കരിക്കാം. കണ്ടോ, ഇവിടെ അതാണ് ഈ അറദ അതിൻ്റെ പ്രത്യേകത. അള്ളാഹു സുബ്ഹാനഹു വതആല അമാനത്തിനെ കാണിക്കുകയാണ് ചെയ്തത് ഇവക്ക് മുമ്പിൽ. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ തിരസ്കരിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇത് തഖീറിൻ്റെ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ്. തഹ്തീം, നിർബന്ധത്തിൻ്റെ സ്വരമേ അല്ല. പറഞ്ഞത് മനസ്സിലാണ്ട് ഈ വിഷയം? അള്ളാഹു സുബ്ഹാനഹു വതആല നാം കൽപ്പിച്ചു, നാം നിർബന്ധിപ്പിച്ചു, നാം അനിവാര്യമാക്കി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഇന്ന അറദിന നാം കാണിച്ചു. വാനങ്ങളെ, ഭൂമിയെ, പർവ്വതങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ തിരസ്കരിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. ആ നിലക്കാണ് എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വതആല അമാനത്തിനെ അവതരിപ്പിച്ചത്. മനസ്സിലായോ? കൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്തുണ്ടാവില്ല? തിരസ്കാരം ഉണ്ടാവില്ല. കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യും. അതാണ് സുഹൃത്ത് പിന്നെ ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, ഇത്തിയ തൗഅൻ ഔ കർഹ എന്ന് അള്ളാഹു പറഞ്ഞു. ഈ ഇത്തിയ ആരോടെ പറഞ്ഞ? ഈ ഇത്തിയ തൗഅൻ ഔ കർഹ എന്ന് പറഞ്ഞത് അള്ളാഹു വാനങ്ങളെയും ഭൂമിയെയും പഠിച്ചതിന് ശേഷം അവരോട് പറഞ്ഞ് ഈ ഇത്തിയ നിങ്ങൾ രണ്ടുപേരും വരൂ. നിങ്ങൾ രണ്ടുപേർ വരൂ എന്നാണ്. ആരാ രണ്ടുപേർ? ആകാശവും ഭൂമിയും. നിങ്ങൾ വരൂ. തൗഅൻ ഒന്നുകിൽ വിധേയമായിട്ട്, ഔ കർഹൻ അല്ലെങ്കിൽ ബലപ്രയോഗത്തിൽ, ബലത്താൽ നിങ്ങൾ വരൂ, അല്ലെങ്കിൽ സ്വമേധയാ വരൂ എന്ന് ആകാശത്തോടും ഭൂമിയോടും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എങ്ങനെ വന്നത്? എന്താ അള്ളാഹ് പറഞ്ഞത്? കാലത്ത വാനവും ഭൂമിയും പറഞ്ഞു അതൈന താഇഈൻ, അതൈന ഞങ്ങൾ വന്നിരിക്കുന്നു, താഇഈൻ എന്ന് പറഞ്ഞാൽ സ്വമേധയ. അള്ളാഹിൻ്റെ ഒരു ബലാത്കാരത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ വിധേയപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് വാനവും ഭൂമിയും പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അവിടെ എന്താ? അവിടെ കൽപ്പന എന്താ? കൽപ്പനയാണ്. അവിടെ അറവല്ല, പിന്നെയോ അവിടെ അമ്രാണ്. ഈ ഇത്തിയ വരൂ എന്നാണ് പറഞ്ഞത്, വരൂ. അപ്പോൾ ആ കൽപ്പനക്ക് മുമ്പിൽ വാനവും ഭൂമിയും എന്ത് ചെയ്തു? ഞങ്ങൾ സ്വമേധയാ വരികയാണ് എന്ന് പറയുക ചെയ്തത്. പറഞ്ഞത് മനസ്സിലാണ്ടോ? കൽപ്പനക്ക് ഒന്നുണ്ടാവില്ല ഒരിക്കലും. ധിക്കാരവും എതിരും ഉണ്ടാവില്ല. ഇവിടുന്ന് ആദ്യമായിട്ട് അള്ളാഹു പഠിച്ചത് ആരെയാണ്? ആദ്യം പഠിച്ച ആരെയാണ്? അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലം. അള്ളാഹു ആദ്യം പഠിച്ചത് തൂലികയാണ്. അല്ലെങ്കിൽ ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം. ആദ്യമായി അള്ളാഹു തൂലികയെ പഠിച്ചപ്പോൾ എന്താ തൂലികയോട് അള്ളാഹു പറഞ്ഞത്? ആദ്യം പഠിച്ചത് പേനയാണ്. പേനയോട് എന്താ പറഞ്ഞത്? ഖലലഹു ഉക്തുബ്. തൂലികയോട് പറഞ്ഞ് എഴുതാൻ. തൂലിക തലച്ചോറുള്ള മനുഷ്യനെ പോലെയാണോ? അല്ല. തൂലികയോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഉക്തുബ്, നീ എഴുതൂ എന്നാണ്. എന്താ തൂലിക പ്രതികരിച്ചത്? ഞാൻ എഴുതൂല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എഴുതൂല എന്ന് പറഞ്ഞില്ല. പിന്നെന്താ? ഞാൻ എഴുതാം, പക്ഷേ മാ അക്തുബ്, ഞാൻ എന്തെഴുതും? തൂലികയോട് അള്ളാഹു ആദ്യമായി തൂലികയെ പഠിച്ചപ്പോൾ എഴുതൂ എന്ന് പറഞ്ഞ്, എഴുതൂ എന്ന് കൽപ്പിച്ചപ്പോൾ തൂലിക ലാ അക്തുബ്, ഞാൻ എഴുതൂല എന്ന് പറഞ്ഞില്ല. പിന്നെയോ മാ അക്തുബ്, ഞാൻ എന്തെഴുതണം? അള്ളാഹു കൽപ്പിക്കുന്നത് എല്ലാം എഴുതാൻ ഞാൻ റെഡിയാണ്, പക്ഷേ എന്താണ് എഴുതേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പനയായിരുന്നുവെങ്കിൽ ആരും എന്ത് ചെയ്യൂല? വാനവും ഭൂമിയും പർവ്വതങ്ങളും ഒന്നും അതിനെ ധിക്കരിക്കൂല, എതിർക്കൂല, സ്വീകരിക്കും. പക്ഷെ ഇവിടെ എന്തല്ല? ഇവിടെ കൽപ്പന അല്ല, പിന്നെന്താണ്? അവതരിക്കലാണ്, കാണിക്കലാണ്. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ തിരസ്കരിക്കാം, സ്വാതന്ത്ര്യമുള്ള അവതരിപ്പിക്കലാണ്. അതാണ് ഇന്ന അറദിനൽ അമാനത, അമാനത്തിനെ നാം അവതരിപ്പിച്ചു, കാണിച്ചു. അല സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന, കാണിച്ചപ്പോൾ എന്ത് ചെയ്തു? അവ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, വേണമെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പം അവരെന്ത് ചെയ്തു? വിസമ്മതിച്ചു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് വിസമ്മതിച്ചു? അള്ളാഹ്ക്ക് വഴിപ്പെടേണ്ടി വരും എന്നുള്ള പേടികൊണ്ടല്ല, അള്ളാഹ്ക്ക് വഴിപ്പെടില്ല എന്നുള്ള തീരുമാനം കൊണ്ടല്ല. പിന്നെയോ? കാരണം എന്താ? അവരുടെ പ്രകൃതി എന്താ? അള്ളാഹ്ക്ക് വഴിപ്പെടലാണ്. അള്ളാഹ്ക്ക് വഴിപ്പെടലാണ്. ആ പ്രകൃതിയിൽ ഞങ്ങൾ ശേഷിച്ചോളാം എന്ന അർത്ഥത്തിൽ അവരെന്ത് ചെയ്തു? വിസമ്മതിച്ചു. ഫഅബൈന,
ഐ യഹ്മിൽനഹ അമാനത്തിനെ ഏൽക്കുവാൻ അവർ വിസമ്മതിച്ചു. അള്ളാഹു അവർക്ക് സൃഷ്ടിച്ച ആ പ്രകൃതിയിൽ അവർ ശേഷിക്കാൻ അവർ താല്പര്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. വ അഷ്ഫഖ്ന മിൻഹ, വ അഷ്ഫഖ്ന എന്ന് പറഞ്ഞാൽ ഇവ ഭയന്നു, സമാവാത്തും അർളും ജിബാലും അഷ്ഫഖ്ന അവർ ഭയന്നു, മിൻഹ ഏത് വിഷയം? അമാനത്തിൻ്റെ വിഷയം. അമാനത്തിൻ്റെ വിഷയം അവർ ഭയന്നു. കാരണം എന്താ? ഇവിടുത്തെ വിഷയം ഇഫ് അൽ ഔ ലാ തഫ് അൽ എന്നാണ്. ഇഫ് അൽ നീ ചെയ്യണം, ലാ തഫ് അൽ നീ ചെയ്യരുത് എന്നുള്ളതാണ്. നീ ചെയ്യണം, നീ ചെയ്യരുത് എന്നുള്ളതാണ്. അത് ഏൽക്കുന്ന വിഷയം അവർ ഭയന്നു. കാരണം എന്താ? ഇപ്പം അവരോടുള്ള നിലവിൽ അവരോടുള്ള കൽപ്പന ഇഫ് അൽ എന്നുള്ളതാണ്, നീ ചെയ്യുന്നതാണ്. അതിലവരെന്ത് ചെയ്യാണ്? ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ്? നീ ചെയ്യരുത് എന്നുള്ളതാകുമ്പോൾ അവർക്ക് അതെത്ര പിന്നെ കൃത്യമാക്കാൻ പറ്റും, അതിലവർ ഭയന്നു, പേടിച്ചു. കാരണം എന്താ അറിയാം? ഈ അമാനത്ത് ഏറ്റെടുത്തല്ല ആര്? മനുഷ്യൻ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ് അതിൽ മുമ്പൻ, അല്ലേ? ഒന്നാമത്തെ ആൾ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ഏറ്റെടുത്തിട്ട് ദുഹൂർ സമയത്ത് ഏറ്റെടുത്തിട്ട് അസറായില്ല. അപ്പോഴത്തേക്ക് എന്തായത്? ദുഹൂറിനത് ഏറ്റെടുത്ത് അസറായപ്പോഴത്തേക്ക് അള്ളാഹു പറഞ്ഞ ഈ മരത്തോട് അടുക്കരുത് എന്ന്. അപ്പോഴത്തേക്ക് ആ മരത്തോട് അടുത്തു സ്വർഗത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സ്വർഗമാണ് കുലാ മിൻഹാ ഹൈസു ശിഅ്തും, വേണ്ടതൊക്കെ എത്രയാണോ വേണ്ടത് അത്ര ഉപയോഗിച്ചോളി, തിന്നോളിയുമെന്ന് പറഞ്ഞു. പക്ഷെ വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞു. ശരിയല്ലേ? അസറായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ മരത്തോട് അടുത്തു. അതുണ്ടായത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നഹു കാന ളൂമൻ ജഹൂലൻ. ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹ വഅഷ്ഫഖ്ന മിൻഹ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളൂമൻ ജഹൂല. ഇവിടെ ചോദ്യം, ഈ അമാനത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിച്ചു എന്നല്ല പറഞ്ഞത്, കാണിച്ചു. അതെവിടെ വെച്ച് കാണിച്ചു? എപ്പോൾ? എന്തിന് കാണിച്ചു? അള്ളാഹു ഒരു വലിയ കാര്യം ഇവിടെ പറയുന്നത്, സമാവാത്തിനും അർദിനും ജിബാലിനും ഈ അമാനത്തിനെ കാണിച്ചു എന്നാണ്. തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുള്ള നിലക്ക് കാണിച്ചു എന്നാണ്. അതെവിടെ വെച്ച്, എപ്പോൾ, എന്തിന്? അത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ഇതുണ്ടോ? അവിശ്വസനീയത ഉണ്ടോ? എവിടെ വെച്ച് എപ്പോൾ എന്നറിയേണ്ട അനിവാര്യത ഉണ്ടോ? ഇല്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ് ഇന്ന അറദിന, തീർച്ചയായും നാം ഇത് അവതരിപ്പിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് പറഞ്ഞ മാത്രയിൽ സമീഅന, നമ്മളത് കേട്ടു, ആമന്ന, നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ അത് മതി. അത് എപ്പോൾ എവിടെ എന്നുള്ളത് അറിയേണ്ട ഒരു അനിവാര്യത അല്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ചെയ്തത്, അള്ളാഹു ആണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കൽ ബാധ്യതയാണ്. എന്തിന് എന്നുള്ളത് ഇവിടെ പ്രസക്തമാണ്. കാരണം എന്താണ്? അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന പ്രകൃതി അവിടെ ഉണ്ടായിട്ടും ഈ അമാനത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് ഈ അമാനത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ സ്ഥാനം അതിനെ ബോധ്യപ്പെടുത്താനാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു വിഷയമല്ല, അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. കാരണം അത് ഇവിടങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ അത് ഏൽക്കുവാനും വിസമ്മതിക്കുകയും പേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉലകത്തിൽ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിപ്പാണ് സമാവാത്ത്, അല്ലേ? അതേപോലെ തന്നെ ഭൂമി, പിന്നെ അതിൽ ഈ അമ്പര ചുംബികളായിട്ടുള്ള ഈ പർവ്വതങ്ങൾ ഇവക്ക് ഇതിൻ്റെ വിഷയത്തിൽ പേടിയുണ്ടായിട്ടെങ്കിൽ ആ വിഷയമാണ് ആരെ ഏറ്റെടുത്തിട്ടുള്ളത്? മനുഷ്യനെ ഏറ്റെടുത്തത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അള്ളാഹു നിശ്ചയിച്ച വിധികൾ, വിലക്കുകൾ, തക്കാലീഫ്, മതപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണെന്ന് അറിയിക്കാനാണ് എന്ത് ചെയ്തത്? ഇതിനെ ഇവിടെ അവതരിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്. അത് എപ്പോൾ എവിടെ വെച്ച്
അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടൊക്കെ കരാർ ചെയ്തിട്ടില്ലേ? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ച് കരാർ ചെയ്തില്ലേ? അത് എങ്ങനെ? അത് ആദമിൻ്റെ മുതുകിൽ നിന്ന് മനുഷ്യരൊക്കെ എടുത്തിട്ടാണ്. ആദമിൻ്റെ മുതുകിൽ നിന്ന് ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ മനുഷ്യരെ മുഴുവൻ പുറത്തെടുത്താണ് എന്ത് ചെയ്തത്? അള്ളാഹു ആ കരാർ സ്വീകരിച്ചത്. അത് ഹദീസിൽ വന്നതാണ്. സഹിയായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതാണ്. വിഷയം സൂറത്ത് ആറാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. വഇദ് അഖദ റബ്ബുക മിൻ ദുഹൂരി ആദം വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ദുഹൂരിഹിം ദുർരിയതഹും. മനുഷ്യരുടെ മുതുകിൽ നിന്ന് മനുഷ്യരുടെ ദുർരിയത്തിനെ, മനുഷ്യരുടെ സന്തതികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ട് അവരോട് അള്ളാഹു കരാർ ചെയ്തിട്ടുണ്ട്. എന്ത്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ഖാലൂ ബല, മനുഷ്യരെല്ലാവരും അതെ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹിനോട് കരാർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എവിടെ വെച്ചായിരുന്നു? സെൻട്രലിലെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? എവിടെ വെച്ചാൽ കരാർ? ആ സ്ഥലത്തിൻ്റെ പേരെന്താ? അറഫയിൽ വെച്ചല്ലേ? അറഫയിൽ വെച്ച് നഅമാൻ. അറഫയോടനുബന്ധിച്ചുള്ളൊരു സ്ഥലമാണ് നഅമാൻ. ഇപ്പോൾ നമ്മൾ അറഫയിൽ പോയിട്ടുണ്ടെങ്കിൽ അറഫ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നഅമാനാണ്, വേറെ ഭാഗത്ത് മുഹമ്മസ്, വിശാലമായൊരു സ്ഥലമാണ്. ഇപ്പോൾ നഅമാൻ ഉൾപ്പെടെയുള്ള അറഫയിൽ വെച്ചായിരുന്നു അള്ളാഹു ആ കരാർ സ്വീകരിച്ചതെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കി നിങ്ങൾ മനുഷ്യരെല്ലാവരെയും ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ട് അവർക്ക് ബുദ്ധി ഘടിപ്പിച്ചിട്ട് അവരോട് ചെയ്ത കരാറിനാണ് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ ഖാലൂ ബല, അതെ എന്ന് പറഞ്ഞത്. ഷഹീദിന, ഞങ്ങളതിന് സാക്ഷികളാണ് എന്ന് മനുഷ്യരെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് ഓർമ്മ ഉണ്ടോ? നമ്മളെ കയ്യിൽ പെട്ടതല്ലേ? അങ്ങനെ ഒന്ന് കടന്നു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സംഭവമാണെന്ന് ഈ അമാനത്തിൻ്റെ അവതരണം അതിവിടെ നടന്നിട്ടുണ്ട്. മനുഷ്യന്മാരത് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിൽ നിന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യന്മാർ അള്ളാഹുവിൽ നിന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. വഹമലഹൽ ഇൻസാൻ, അത് മനുഷ്യന്മാരെ ഏറ്റിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ്. മറ്റു സൃഷ്ടികൾക്കില്ലാത്ത ഒരു സംഗതി മനുഷ്യനുണ്ട്. അതെന്താ? മനുഷ്യന് തലച്ചോറുണ്ട്, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്. ആ തലച്ചോറിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർക്ക് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്. മറ്റു പടപ്പുകൾക്കൊന്നും അത് അങ്ങനെയല്ല. ഏതായാലും പിന്നെ ഈ അറദ് ഉണ്ടല്ലോ, അമാനത്തിൻ്റെ അറദ്, അത് എപ്പോൾ എവിടെ വെച്ച് അതിവിടെ ഒരു പ്രസക്തമല്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നടന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് വിശ്വസിക്കൽ ബാധ്യതയാണ്. അതെന്തിന്? അത് അതിൻ്റെ പ്രാധാന്യം, അമാനത്തിൻ്റെ പ്രാധാന്യം, ഗൗരവം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഇവിടെ വിഷയങ്ങൾ പറഞ്ഞു. മനുഷ്യൻ അതിനെ ഏറ്റെടുത്തു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അതിൽ ആദ്യത്തെ മനുഷ്യൻ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ തന്നെ അമാനത്തിൻ്റെ വിഷയത്തിൽ ഒരു വീഴ്ച വന്നു അല്ലേ? ആദമിൽ നിന്ന് വന്നു. ആദമിനോടൊപ്പം ആരും ഉണ്ടായിരുന്നു? ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമ ഉണ്ടായിരുന്നു. ആ വീഴ്ച ഉണ്ടല്ലോ, അമാനത്ത് ഏറ്റെടുത്തത് ദുഹൂറിന് അസറായപ്പോഴത്തേക്ക് ആ വീഴ്ച സംഭവിച്ചു. പിന്നെ ആദം സന്തതികളിൽ ഈ അമാനത്ത് ഏറ്റെടുത്ത മനുഷ്യർ, ഇവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആദം എന്നൊരു മനുഷ്യൻ്റെ ഉദ്ദേശമാണ്. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം മൊത്തത്തിലും ഉദ്ദേശമാണ്. വഹമല അൽ ഇൻസാൻ, മനുഷ്യവർഗം മൊത്തം, ആദം ഉൾപ്പെടെ എല്ലാവരും അതിനെ ഏറ്റെടുത്തു. പക്ഷേ ഇത് ഏറ്റെടുത്ത മനുഷ്യനുണ്ടല്ലോ, അതിൽ സിംഹരും ഇന്നഹു കാന ബലൂമൻ ജഹൂലൻ ആയിത്തീർന്നു. തീർച്ചയായും മനുഷ്യൻ കാന ആയിത്തീർന്നു ബലൂമൻ ജഹൂലൻ. എന്താ ബലൂം എന്ന് പറഞ്ഞാൽ വലിയ അക്രമി, ജഹൂൽ എന്ന് പറഞ്ഞാൽ ഏറെ വിവരം കെട്ടവൻ. അതിലേറ്റക്കുറച്ചിലുണ്ടാവും. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് എന്ത് വന്നു? ബുൽമു വന്നു, ജഹല് വന്നു. അത് വൃക്ഷത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞു. ഷെയ്ത്താൻ്റെ വസ്വാസ്, പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയുടെ പ്രീണനം അല്ലെങ്കിൽ പ്രലോഭനം, അതിൽ പെട്ടാണ് ഇത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് അതുണ്ടായത്. ആദമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുൽമും ജഹലും താരതമ്യം എന്താണ്? കുറവാണ്. പക്ഷെ അത് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് ഏറ്റെടുത്ത മനുഷ്യർ അതിൽ സിംഹരും ആരായി മാറി? ബലൂമുമായി, ജഹൂലായി. സിംഹരും വളരെ കുറച്ച് ആളുകൾ ഒഴിച്ച്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിനാണ് ഹുക്കും, വിധി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് ഏറ്റെടുത്ത മനുഷ്യവർഗം
അവരിൽ കൂടുതലും ബലുവുമായി ജഹൂലായി, അമാനത്ത് നിർവഹിക്കുന്ന വിഷയത്തിൽ അക്രമികളായി, പറ്റ വിവരം കെട്ടവരുമായി. എന്നാണ് അമാനത്ത് ഏതാവിധം ഏറ്റെടുത്തില്ല. ദീനി ഉത്തരവാദിത്തങ്ങളല്ലേ, ഷഹാദത്ത് കലിമൻ്റെ വിഷയം, ഷിർക്കിൻ്റെ വിഷയം, സുന്നത്തിൻ്റെ വിഷയം, ബിദഅത്തിൻ്റെ വിഷയം, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന മാർഗ്ഗേണയുള്ള ദീനി ഉത്തരവാദിത്തങ്ങൾ അതൊക്കെ നിർവഹിക്കുന്ന വിഷയത്തിൽ മനുഷ്യരിൽ നിന്ന് വലിയ ദുൽമ് വന്നു, വലിയ ജഹലും വന്നു. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തയ്യിബ്, അമാനത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യർ, ഈ മനുഷ്യനുണ്ടല്ലോ, ഇത് ഏറ്റെടുത്ത മനുഷ്യൻ, വഹമലഹൽ ഇൻസാൻ, ആ മനുഷ്യർ മൂന്ന് കൂട്ടരായി. ഒരു വിഭാഗം ഇതിനെ വാഹിറൻ വബാത്തിനൻ ഏറ്റെടുത്തു. വാഹിറൻ ബാത്തിനൻ ഏറ്റെടുത്തു. വേറൊരു വിഭാഗം ഇതിനെ ബാഹിറൻ ഏറ്റെടുത്തു. ബാത്തിനൻ ഏറ്റെടുത്തില്ല. ബാഹിറൻ ഏറ്റെടുത്തു, ബാത്തിനൻ ഏറ്റെടുത്തില്ല. മൂന്നാമത്തെ ഒരു വിഭാഗം ഇതിനെ ലാ ബാഹിറൻ വല ബാത്തിനൻ ഏറ്റെടുത്തില്ല. പ്രത്യക്ഷത്തിലും പരോക്ഷമായി ഇതിനെ ഏറ്റെടുക്കാത്തവർ ആരാണ്? പുറമേക്ക് ഏറ്റെടുത്തു, ഉള്ളിൽ ഏറ്റെടുക്കാത്തവർ ആരാണ്? അകവും പുറവും, ഉള്ളിലും പുറത്തും ഏറ്റെടുത്തവരാരാണ്? വിശ്വാസികൾ. അമാനത്തിന് ഏറ്റെടുത്ത മനുഷ്യന്മാർ മൂന്ന് കൂട്ടരായി. അതിലൊരു വിഭാഗം അൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, കപട വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളാണ്. അവരാണ് എന്ത് ചെയ്തത്? പുറമേക്ക് ഏറ്റെടുത്തു, ഉള്ളിൽ ഏറ്റെടുത്തില്ല. മനസ്സിലാണ്ടേ പറയുന്നത്? അമാനത്തിനെ പുറമേക്ക് ഏറ്റെടുത്ത് ഉള്ളിൽ ഏറ്റെടുത്തില്ല. അവരാണ് ആര്? കപട വിശ്വാസികളായ ആണും പെണ്ണും. അകവും പുറവും ഏറ്റെടുക്കാത്തവരാണ് ആരാ? മുശ്രിക്കുകൾ. ഒരു ഉള്ളിലും ഏറ്റെടുത്തില്ല, പുറമേക്കും ഏറ്റെടുത്തില്ല. എന്നാൽ അകത്തും പുറത്തും ഏറ്റെടുത്തവരാണ് ആര്? വിശ്വാസികൾ. വിശ്വാസികൾ. ഇവിടെ നമ്മൾ ഈ 1, 2, 3 എഴുതിയവിടെ ക്രമത്തിൽ ഇതാ വിശ്വാസികൾ, വിശ്വാസിനികൾ കണ്ടോ. അമാനത്തിൻ്റെ വിഷയത്തിൽ അമാനത്ത് ഏറ്റെടുത്ത മനുഷ്യർ അവർ 3 വിഭാഗമായി മാറി. ഒരു വിഭാഗം പുറമേക്ക് ഏറ്റെടുത്തു, ഉള്ളിൽ തിരസ്കരിച്ചു. മറ്റൊരു വിഭാഗം പുറമേ ഏറ്റെടുത്തില്ല, ഉള്ളിലും ഏറ്റെടുത്തില്ല. മറ്റൊരു വിഭാഗം അകത്തും പുറത്തും ഇതിനെ ഏറ്റെടുത്തു. അങ്ങനെ 3 കൂട്ടരുണ്ടായി മനുഷ്യരിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 3 കൂട്ടരുണ്ടായി എന്ന് പറയണം. അവർക്ക് എന്ത് എന്നുള്ളതും പറയാണ്. 3 കൂട്ടർ ഇങ്ങനെ അമാനത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായി. അവരാര്? അവർക്കെന്ത്? അവർക്കെന്താ? ലിയുഅദ്ദിബല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്. ഈ അമാനത്തിനെ ഏറ്റെടുത്ത് പുറമേക്ക് ഏറ്റെടുത്തിട്ട് ഉള്ളിൽ തിരസ്കരിച്ചവർ അള്ളാഹു അവരെ ശിക്ഷിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. ലാമുൽ ആഖിബ എന്നാണ് പറയുക. ഇത് ഏറ്റെടുത്തതിനപ്പുറം എന്ത് സംഭവിച്ചു? സംഭവിച്ച ഇതാണ്, പുറമേക്ക് ഏറ്റെടുത്ത് ഉള്ളിൽ തിരസ്കരിച്ച കപട വിശ്വാസികളായ ആണും പെണ്ണുങ്ങളുണ്ട്. അവരെ അള്ളാഹു ശിക്ഷിക്കുക എന്നുള്ളതാണ് ഉണ്ടായത്. പുറമേ എടുത്തില്ല, ഉള്ളിലും എടുത്തില്ല. അങ്ങനെയുള്ള ബൗദ്ധ വിശ്വാസികളും ബൗദ്ധ വിശ്വാസിനികളും ഉണ്ടായി. അവരെയും അള്ളാഹു ശിക്ഷിക്കുക എന്നുള്ളതാണ് ഉണ്ടായത്. എന്നാൽ പുറമേ ഏറ്റെടുത്തു, ഉള്ളിലും ഏറ്റെടുത്ത വിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അവരും മനുഷ്യരാണ്. സ്വാഭാവികമാണ് അവരിൽ നിന്ന് ഇത് ഏറ്റെടുത്തിട്ട് നിർവഹിക്കുന്നതിൽ ഏറ്റക്കുറച്ചിൽ, അല്ലേ? പൂർണ്ണതല്ലല്ലോ, കാരണം മനുഷ്യരല്ലേ. അതുകൊണ്ട് തന്നെ വയത്തൂബ് അല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഇത് ഏറ്റെടുത്ത വിശ്വാസികൾ, വിശ്വാസിനികൾ, അവരിൽ നിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവർക്ക് മാപ്പരുളുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അള്ളാഹു ആരാണ്? വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വകാന അല്ലാഹു ആകുന്നു ഗഫൂറൻ, പൊറുക്കുന്നവൻ, റഹീമൻ, കരുണ കനിയുന്നവൻ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അമാനത്ത് ഏറ്റെടുത്തു. അതിൻ്റെ നിർവഹണത്തിൽ അവരിൽ നിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും?
അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും, അവർക്ക് മാപ്പ് അരുളുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. പറഞ്ഞ മനസ്സിലായ വിഷയം. അമാനത്തിനെ ഹമലഹൽ ഇൻസാൻ, മനുഷ്യനെതിരെ ഏറ്റെടുത്ത ആദ്യ മനുഷ്യരിൽ നിന്ന് തന്നെ വീഴ്ച വന്നു, ദുൽമു വന്നു, വിവരക്കേട് വന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ ഇത് ഏറ്റെടുത്ത മാനവകുലം, അതിൽ സിംഹരും, അവരിൽ നിന്നും ദുൽമു വന്നു, ജഹല് വന്നു, അന്യായം വന്നു, വിവരക്കേട് വന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഇടവാചകാണ്. വ ഹമലഹൽ ഇൻസാൻ നടത്തി ഇത് ഇന്നഹു കാന വലൂമൻ ജഹൂല എന്നുള്ളത് ഒരു ഇടവാചകാണ്. ഇതിൻ്റെ കൂർവ ഉണ്ടോ? വഹമലഹൽ ഇൻസാനു ലിയുഅദ്ദിബല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത് വയതൂബല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഉണ്ടോ? ഇങ്ങനെയാണ് അത് ഉണ്ടത്. ഇത് ഒരു ജുംല മുഅ്തരിദാണ്. കാരണം മനുഷ്യന് ഇത് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്തു? മനുഷ്യരിൽ നിന്ന് എന്ത് വന്നു എന്ന് അള്ളാഹു പറയാണ്? ദുൽമും ജഹലും വന്നു എന്നുള്ളത് അള്ളാഹു അറിയിക്കുകയാണ്. എന്തിനാണ് മനുഷ്യന് ഇത് ഏറ്റെടുത്തത്? അതിനെ തുടർന്ന് എന്തുണ്ടായി? അതിതാണ് ജനങ്ങൾ ഏറ്റെടുത്ത മനുഷ്യർ 3 കൂട്ടരായി തരംതിരിഞ്ഞു. ഒരു വിഭാഗം ഉള്ളിൽ ഏറ്റെടുത്തില്ല, പുറമേക്ക് ഏറ്റെടുത്തു. അതാണ് ഏറ്റവും ഗൗരവം, അപകടം. പുറമേക്ക് ഇതാണ്, പക്ഷെ ഉള്ളിൽ ഇതല്ല. അതാണ് ഒന്നാമത് എണ്ണിയ വിഭാഗം കപട വിശ്വാസികൾ. ഏറ്റവും ഗൗരവം ഇതാണ്. കാരണം എന്താ? ഇവനിത് ഏറ്റെടുത്തവനാണെന്നുള്ള ആൾക്കാണ് ആളുകൾ അവർക്ക് കൈ കൊടുക്കുക, ഓനെ സഫിൽ മുന്നിൽ നിർത്തുക, ഓനെ പ്രസിഡന്റ് സെക്രട്ടറി വലിയ ആളായിട്ട് അവതരിപ്പിക്കുക. കാരണം അത് ഏറ്റെടുത്ത ആളല്ല, പുറമേക്ക് അതാണ്, പക്ഷെ ഉള്ളിലിതല്ല. അവനാണ് ഏറ്റവും അപകടകാരി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം അവനെ പറഞ്ഞ്. പിന്നെ ഉള്ളിലും പുറമേക്കും ഏറ്റെടുക്കാത്തവർ മുശ്രിക്കുകൾ, അവരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ശിക്ഷയാണുള്ളത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. പിന്നെ ഇത് ഏറ്റെടുത്തവരിൽ സത്യസന്ധതയുള്ളവരാരാണ്? ഇതിനെ ഏറ്റെടുത്ത് അകത്തും പുറത്തും ഇതിനെ ഏറ്റെടുത്ത വിശ്വാസികളാണ്. വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരാണ്. അവർ സ്വാഭാവികമാണ്, മനുഷ്യരാണ്, വീഴ്ചകളുണ്ടാവാം. ഇത് ഏറ്റെടുത്ത് നിർവഹിക്കുന്ന വിഷയത്തിൽ 100-ൽ 100 തികവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വീഴ്ചകൾ അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും, അവർക്ക് അള്ളാഹു സ്വർഗം നൽകും. ഒപ്പം അവരുടെ വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പാക്കുകയും ചെയ്യും. യതൂബു അല്ലാഹു അല, അള്ളാഹുവിൽ നിന്നുള്ള തൗബയാണ്. അള്ളാഹുവിൽ നിന്നുള്ള തൗബ എന്താണ്? തൗബ അള്ളാഹു സ്വീകരിക്കലാണ്. നമ്മളിൽ നിന്നുള്ള തൗബ എന്താ? തൗബ താബ ഉണ്ടല്ലോ, താബാണ് തൗബ. താബ അലുണ്ട്, താബ ഇലുണ്ട്. നമ്മളുടെ തൗബ എന്താണ്? തുബിന ഇലല്ല, നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ്, തൗബ ചെയ്ത് മടങ്ങുകയാണ്. അതാണ് താബ ഇലല്ല. അള്ളാഹുവിൻ്റെ തൗബ എന്താണ്? അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കലാണ്. അതുകൊണ്ടാണ് താബ അല. അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു എന്ന അർത്ഥത്തിൽ. അതാണ് താബ അല. ഇത് താബ ഇല. വതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി എന്നാണ്. താബ അലൈഹി എന്നാണ്. ആദമിൻ്റെ തൗബ അള്ളാഹു കബൂലാക്കി സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ തൗബത്താണ്, അതിന് ശേഷമാണ് അല വരിക. അള്ളാഹു തൗബ സ്വീകരിച്ചു, കബൂലാക്കി എന്ന അർത്ഥത്തിൽ. നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി എന്ന അർത്ഥത്തിൽ താബ ഇലയാണ് പ്രയോഗിക്കുക. അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങി, ഖേദിച്ചു മടങ്ങി എന്ന അർത്ഥത്തിൽ. ഇവിടെ യതൂബുല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിക്കുവാൻ, തൗബ കബൂലാക്കാൻ. ആരുടെ തൗബ? അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഇവരുടെ തൗബ കബൂലാക്കാൻ എന്നാണ് പറയുന്നത്. വിഷയം മനസ്സിലായോ? ഇതാണ് അൽ അമാനത്ത്, നമ്മളൊക്കെ ഏറ്റെടുത്ത ദീനി ഉത്തരവാദിത്തങ്ങൾ. അല്ലേ? ഈ അമാനത്തുണ്ടല്ലോ, അത് ദീനീയായ അമാനത്തുണ്ട്, ദീനീയത്തായ അമാനത്തുണ്ട്, അതേപോലെ തന്നെ ദുന്യവിയായ അമാനത്തുണ്ട്. മതപരമായിട്ടുള്ള അമാനത്തുകൾ, അതാണ് നമ്മുടെ ദീനീ കാര്യങ്ങൾ, ദീനീ വിഷയങ്ങൾ, വിശ്വാസകാര്യങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നിസ്കാരം, നോമ്പ് തുടങ്ങി എല്ലാം. ചില പണ്ഡിതന്മാർ പറയാണ് അൽ അദ്ലു ഫിൽ മിക്യാൽ വൽ മീസാൻ, അളക്കുമ്പോൾ തൂക്കുമ്പോൾ ഒക്കെയുള്ള നീതി വരെ അമാനത്താണ്. കരാറുകൾ, ഉടമ്പടികൾ, അതൊക്കെ അമാനത്താണ്. അതേപോലെ തന്നെ ദുന്യവിയായിട്ടുള്ള അമാനത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഇപ്പം മനുഷ്യന്മാരോടുള്ള വാക്കുകൾ, കരാറുകൾ. ഒരു പണ്ഡിതൻ പറയണം, പരീക്ഷയിലുണ്ടല്ലോ, പരീക്ഷയിലുള്ള അമാനത്തുകളിൽപ്പെട്ടതാണ് ഇത്
ഒന്ന് ചോദ്യം തയ്യാറാക്കുന്ന വിഷയത്തിൽ അമാനത്ത്, പേപ്പർ വാല്യൂ ചെയ്യുന്ന വിഷയത്തിലുള്ള അമാനത്ത് അല്ലേ. അതേപോലെ തന്നെ പരീക്ഷാ ഹാളിൽ പിന്നെ എന്തല്ലോ നിരീക്ഷിക്കൂലേ, പരീക്ഷാ ഹാളിൽ പിന്നെ നിരീക്ഷണം ഉണ്ടാവില്ലേ, അതിലുള്ള അമാനത്ത്, അതൊക്കെ അമാനത്തായിട്ട് പറയും. ചിലർ ചോദ്യം ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് അടയാളം ഇട്ട് കൊടുക്കും. എന്തിനാ ചിലർക്ക് അടയാളം ഇട്ട് കൊടുക്കുന്നത്? ഓൻ്റെ വേണ്ടപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഓനിക്ക് എന്തെങ്കിലും പിന്നെ ആനുകൂല്യം ഉള്ള ആളാണ്, അതുകൊണ്ട് പിന്നെ ഇന്ന പേജ് നമ്പർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന പേപ്പറിൽ വരച്ചു കൊടുക്കുക. എല്ലാവർക്കും വരച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാവരെയും അറിയിക്കണമെങ്കിൽ അത് വേറെ വിഷയം. പക്ഷേ ഇത് ചിലരെ പ്രത്യേകമൊക്കെ ആണെങ്കിൽ, ഞാൻ പിന്നെ ഒരു തമാശ പ്രസംഗം കേട്ട് തന്നെ പിന്നെ ഈ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ സുവോളജി പഠിപ്പിച്ച അധ്യാപകന് ഒരു ഭാഗം ഈ പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രമാണ്. അതിൽ ധാരാളം വിഷയങ്ങളുണ്ട്, പക്ഷിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ ചോദ്യം ഇട്ടപ്പോൾ അധ്യാപകൻ എന്താ ചെയ്തത്, കുറേ പക്ഷികളുടെ കാല് ഇങ്ങനെ അടയാളപ്പെടുത്തി, പക്ഷികളുടെ കാലുണ്ടല്ലോ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഈ കാലുകളുള്ള പക്ഷികൾ ആരാണെന്ന് ചോദിച്ചു എന്നാണ്. ഈ കാലുകൾ ഏത് പക്ഷിയുടെ കാലാണ്, പക്ഷിൻ്റെ കാല് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട്. അതാണ് ചോദ്യം, വലിയ ചോദ്യമാണത്, അമാനത്തില്ലാത്ത ചോദ്യമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പഠിപ്പിച്ചത് മുഴുവൻ പഠിച്ചു വന്നതിന് ശേഷം പിന്നെ ഇതാണ് ചേരുംപടി ചേർക്കാൻ. അപ്പോൾ ഒരു കുട്ടി ദേഷ്യപ്പെട്ടിട്ട് പേപ്പർ കൊടുത്തിട്ട് ഞാൻ എഴുതണില്ല, ഇത് എന്തൊരു ചോദ്യം. അപ്പോൾ നോക്കുമ്പോൾ അധ്യാപകൻ നോക്കുമ്പോൾ പേരെഴുതിയിട്ടില്ല, ഓൻ്റെ പേരെഴുതാതെ പേപ്പറൊന്നും കൊടുത്തു. അപ്പോൾ എന്നാൽ ഈ പേരെഴുതി പോകുന്ന പറഞ്ഞപ്പോൾ കാല് കാണിച്ചു കൊടുത്തു എന്നാണ്, എൻ്റെ കാല് നോക്കിയിട്ട് എഴുതാൻ പറഞ്ഞു എൻ്റെ പേര്. മനസ്സിലായി? ചില ആളുകൾ അങ്ങനെയാണ്. വലൈക്കും സലാം. ചോദ്യം ഉണ്ടാക്കുന്ന വിഷയത്തിൽ. അതേപോലെ തന്നെ ഇനിയിപ്പം ഇത് ഹാളിൽ നിരീക്ഷണം നടത്തുന്ന ഉണ്ടല്ലോ, ചില ആളുകൾ എന്ത് ചെയ്യും, ബോധപൂർവം ഒരു ഭാഗം ശ്രദ്ധിക്കൂല, വേറെ ഭാഗം ശ്രദ്ധിക്കും. കാരണം എന്താ, അവിടെ എന്ത് കോപ്പിയടിയും കാര്യങ്ങളൊക്കെ നടക്കാനും അതേപോലെ തന്നെ കോപ്പിയടിക്കാൻ സഹായിക്കാനും ഒക്കെ ഉള്ള അത് അമാനത്തില്ലായ്മ. പിന്നെ പേപ്പർ ഉണ്ടല്ലോ വാല്യൂ ചെയ്യുന്ന വിഷയത്തിൽ, അതൊന്നും പറയേണ്ട കാര്യമല്ല. അല്ലാഹുൽ മുസ്തആൻ എന്ന് പറഞ്ഞെങ്കിൽ എനിക്കുള്ളത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അത് പറഞ്ഞത്. അമാനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേഖല വിശാലമാണ്. അത് ഇപ്പോൾ ഒരു പരീക്ഷ നടത്തുകയാണെങ്കിൽ അതിൽ പിന്നെ ഈ വിഷയങ്ങളിൽ വരെ എന്തുണ്ട്, അമാനത്തുണ്ട്. ദീനിയായിട്ടുള്ള അമാനത്തുകൾ, ദുന്യവിയായിട്ടുള്ള അമാനത്തുകൾ ഒക്കെ എന്താണ് ഇവിടെ ഉദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, അമാനത്തില്ലാത്തവൻ എന്തില്ല, ഈമാനില്ല. അമാനത്തില്ലാത്തവന് ഈമാനില്ല. അമാനത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് ദീനിയായിട്ട് നമ്മൾ ഏറ്റെടുത്ത അമാനത്തുകൾ, ദുന്യവിയായിട്ട് നമ്മൾ ഏറ്റെടുത്ത അമാനത്തുകൾ, അതൊക്കെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഹലാസ് മനസ്സിലായോ? നമ്മളിവിടെ സൂറത്തുൽ അഹ്സാബിൻ്റെ അവസാന ഭാഗമാണ് നമ്മളുടേത്. ഇൻഷാ അല്ലാഹ് നോക്കാം, ഒന്നുകിലൊരു വിഷയം അല്ലെങ്കിൽ നമുക്ക് അടുത്ത സൂറത്ത് ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.